അമൃതരസ നടനമുണരുന്ന യാമങ്ങളിൽ അമരപദഗീതികൾ ഞങ്ങൾ പാടുന്നു. അമൃതരസ നടനമുണരുന്ന യാമങ്ങളിൽ അമരപദഗീതികൾ ഞങ്ങൾ പാടുന്നു. സത്യധർമ്മങ്ങളാൽ കാലമാം വേദിയിൽ നിത്യ സന്ദേശങ്ങൾ ഉണരുന്നു വീണ്ടും. മുക്തിമാർഗങ്ങൾ തെളിക്കുന്നു വീണ്ടും. സത്യധർമ്മങ്ങളാൽ കാലമാം വേദിയിൽ നിത്യ സന്ദേശങ്ങൾ ഉണരുന്നു വീണ്ടും. മുക്തിമാർഗങ്ങൾ തെളിക്കുന്നു വീണ്ടും. ശീലുകൾ ഒഴുകിടട്ടെ. മലയാള ഭൂമി തൻ മലർവാടി തോറുമാ മാധുര്യശീലുകൾ ഒഴുകിടട്ടെ. ആയിരം നാവുകൾ ഏറ്റുപാടട്ടെ. ആയിരം നാവുകൾ ഏറ്റുപാടട്ടെ. ലൊക്കേഷൻ എവിടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ തൊടുപുഴയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ വരും? 3 കിലോമീറ്ററോളം വരും. 3 കിലോമീറ്റർ അല്ലേ? ഹലോ, സാറുണ്ടോ അകത്ത്? അകത്തുണ്ട്. നായികയുടെ അമ്മാവൻ്റെ വേഷം ചെയ്യാൻ പറ്റിയ ഒരാളെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അമ്മാവൻ്റെ കഥാപാത്രം ചെയ്യാമെന്ന് പറഞ്ഞ ആൾ ഉടനെ ഇവിടെ എത്തും. ഞാൻ കഥയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഇത് ഭാഗത്താണ് സാറേ. അത് പറയാം. നേരത്തെ ഒരു നാടകം പറഞ്ഞ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? വരുന്നയാൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് നന്നായി അറിയാം. നമ്മൾ പറഞ്ഞ ആൾ വന്നല്ലോ. ആ വാ ഇരിക്കേ. ഷൂട്ട് 8-ാം തീയതി തുടങ്ങും. ചേട്ടന് നായികയുടെ അമ്മാവൻ്റെ വേഷമാണ്. ഒരു 4-5 ദിവസമൊക്കെ ഉണ്ടാവും. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യണ്ട. നേരത്തെ പോന്നോ ചേട്ടാ? നേരത്തെ പോന്നു. അതെ, നിങ്ങളോട് സുഗതം എന്ന് പറഞ്ഞ ഒരാളില്ലായിരുന്നോ? അറിയാം. അദ്ദേഹം നല്ല നടനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എവിടെ ഉണ്ട്? സുഗതേട്ടനോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. ഇന്ന് എനിക്ക് കൈനിറിയ സീലുകളും കുറച്ച് സിനിമകളും ഉണ്ട്. സുഗതേട്ടൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ. 8-ാം തീയതിയാണ് ഷൂട്ട്. സുഗതേട്ടനെ കൂടെ ഒന്ന് അന്വേഷിച്ചേരെ. തീർച്ചയായും അന്വേഷിക്കും. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ശരി, എന്നാൽ ശരി.
ചേട്ടാ, ഈ നാടകക്കാരൻ സുഖദേട്ടൻ്റെ വീടെന്ന് പറഞ്ഞല്ലോ. എനിക്കറിയില്ല. അയാൾ ഇവിടുന്ന് പോയല്ലോ. കോട്ടയത്ത് എവിടെയോ താമസം. ആശാനി ഓവയില്ലല്ലോ. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. നീലെ നീലെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി നിൽക്കവേ. തേന്മലർത്തുകാൻ ഉൾക്കുളിർപ്പാകാൻ നീ വരില്ലിനി, നീ വരില്ലിനി. കൊള്ളാം, ബെസ്റ്റ് പാട്ട്. പാട്ടും പാടിയിരുന്നോ? ഇന്നും വന്നിരുന്നു ഈ നാടക നടൻ അന്വേഷിച്ച്. ആയ കാലത്ത് നാടകം കളിച്ച് എല്ലാം വിറ്റ് തുളച്ചില്ലേ? എനിക്ക് വേണ്ടി എന്താ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? ഇന്നും ഈ വാടക വീട്ടിൽ തന്നെ. ആ പാട്ട് വെച്ചേ. ഇവനെ ഞാനൊരു വലിയ നടനാക്കും. ഇവനല്ലെങ്കിലോ? ഹൃദയത്തുടിപ്പും നിനക്കല്ലോ, നീ എൻ്റെ ജീവൻ്റെ ജീവൻ. മനസ്സിൽ നിലാക്കുളിരായി പെയ്തു.
പോലെയാ എനിക്ക് നീയും. ആ രണ്ടും കൂടെ തുടങ്ങിയോ? എന്നാ ശരി. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇരിക്കണ കണ്ടില്ലേ? ഓ, ഈ കിളവന് തീറ്റയൊന്നും വേണ്ടേ? മുതുകിളവൻ അതെങ്ങനെയാ കാലിന് പോലും വേണ്ടാത്തത്? ആ വഴക്കുണ്ടാക്കല്ലേ, തരാലോ. ഇത് നിനക്ക്. ഇത് നോക്ക്. ഇത് താഴെ കളഞ്ഞ അതെടുത്തേ. മോളെ, എന്തോ? അച്ഛൻ വന്നോടി? ആ വന്നല്ലോ. എന്നാലേ അച്ഛനോട് പറഞ്ഞേക്ക ചോറ് കഴിക്കാൻ കൈ കഴുകിക്കൊള്ളാൻ. ആ ശരി. ഓ, ഇന്നീ രസം മാത്രമേ ഉള്ളോ? എടി മീൻ മേടിക്കാൻ ഞാൻ കാശ് തന്നിട്ടല്ലേ പോയെ. അതിന് മീൻകാരൻ നിന്ന് വന്നിട്ട് വേണ്ടേ? ആ മുതുകളവെ ഞാൻ കടയിൽ പറഞ്ഞു വിട്ടതാ. എന്നിട്ടോ ശശിയുടെ കടയിൽ പോയി വീടിയും വലിച്ചിരിക്കുക. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതിനെന്റെ കാശൊന്നുമില്ലായിരുന്നു. ദേ കളവ, തെണ്ടി നടക്കാതെ ഇവിടെ നിന്നിരുന്നെങ്കിലേ ഞാൻ കാശ് തന്നു വിട്ടേനെ മീൻ മേടിക്കാനായിട്ട്. അതെങ്ങനെയാ? മീൻ മേടിക്കാൻ കാശ് തന്നാൽ അതിന് കൊണ്ടുപോയി വീടിയും സിഗരറ്റും വലിക്കും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈ നശിച്ച കിളവനെ കൊണ്ട് ഞാൻ മടുത്തു. ഇതെനിക്കത് രസമായിട്ടും തോന്നുന്നു. ഇതാണ് രസം. രസം സുഗതം മാത്രം വരുന്നുണ്ട്. നാടകം അടുത്ത ആഴ്ച തട്ടേ കയറേണ്ടതാണ്. ഇതുവരെ ആരും വന്നിട്ടില്ല. ഉച്ചയാകുമ്പോൾ കയറി വരുന്നവരൊന്നും പറയാത്ത കാരണം രണ്ട് പറഞ്ഞ നാളെ മുതൽ നേരത്തെ വരും. എന്താ സുഗത താമസിച്ചത്? കളരി പോയായിരുന്നേ. ഏകലവ്യനെ ചെയ്യുന്നത്. സാറ് പറഞ്ഞപ്പോൾ കളരി പോകണം. ഉവ്വോ, അല്പം യോഗ കൂടി ചെയ്യ്. ഇറച്ചിയും മീനും അങ്ങ് ഉപേക്ഷിക്ക്.
അപ്പോൾ തടി കുറയും, നല്ല മെയ്വഴക്കവും കിട്ടും. സുധാ, സാർ വിളിച്ചായിരുന്നോ? ആ പെട്ടിങ് എടുത്തു. ഇപ്പോൾ എടുക്കാം. സർവം ശാന്തം മണ്ണിതിൻരാവിൽ നീല യവനികയിൽ. ഇതൊന്ന് ചിട്ടപ്പെടുത്തണം. ഭരതവാക്യമാണ്, ദേശിൽ തന്നെ വേണം. സരിമ പനീസ സാനിദപ മഗരീസ. സർവം ശാന്തം മണ്ണിതിൻരാവിൽ മണ്ണിതിൽ രാവിൽ നീല യവനികയിൽ. നീല യവനികയിൽ. സർവം ശാന്തം മണ്ണിതിൻരാവിൽ നീല യവനികയിൽ. ആ ആ ആ, പാട്ടുകാർക്കും വാദ്യക്കാർക്കും അല്പം താമസിച്ചു വരാം അല്ലേ? ആ പിള്ളേർ രണ്ടുപേരും ഇതുവരെ വന്നില്ലല്ലോ. അവർ ബസ് ഇറങ്ങി നടന്നു വരുന്നുണ്ട് സാറേ. സുഗത, ആ പാട്ടൊന്ന് രമേശന് പറഞ്ഞു കൊടുക്ക്. ആ, എല്ലാവരും ഒന്ന് പാടിക്കേ. സർവം ശാന്തം മണ്ണിതിൽ രാവിൽ നീല യവനികയിൽ. നീല യവനികയിൽ. സർവം ശാന്തം മണ്ണിതിൽ രാവിൽ നീല യവനികയിൽ. എന്തായാലും സാറ് പോയി, ഞാനൊന്ന് ഉറങ്ങാം. ആ, ഇവൻ ഉറക്കം മാത്രമേ ഉള്ളൂ ഈ സമയം. അല്ലേലും ഇങ്ങനെ കൊണ്ട് വലിയ തോൽവിയാ, മറ്റുള്ളവരെ കൊണ്ടും പഠിപ്പിക്കൂല. അത് ശരിയാ സുശീലേച്ചി, സാറ് പറഞ്ഞായിരുന്നു എല്ലാവരും രസേക്കറൊക്കെ പഠിപ്പിക്കണമെന്ന്. ആരുടെയും മുഖത്ത് ഭാവങ്ങളൊന്നും വരുന്നില്ല. എല്ലാവരും പഠിക്കണം, പഠിച്ചേ പറ്റൂ. അങ്ങനെയാണീ പഠിക്കാന്നേ. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരാട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ വന്നു നിന്ന് കളി തുടങ്ങി. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരാട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ വന്നു നിന്ന് കളി തുടങ്ങി. അങ്ങനെ സുഗതേട്ടൻ രാവിലെ ഇനി രസം തിളപ്പിച്ചോണ്ട് വരും. ആ, രസവടയും കാണും. ആ, ഊണിനൊഴിച്ച് ഉരുട്ടി വിഴുങ്ങാനുള്ള രസമല്ല, നവരസങ്ങൾ, സ്ഥായി സഞ്ചാര ഭാവങ്ങൾ എല്ലാവരും പഠിച്ചുവോ? കുറച്ചൊക്കെ. ആ സുഗത, നാടകം ഈ ആഴ്ച തീർക്കണം. അടുത്ത ആഴ്ച തട്ടക്കയറേണ്ടതാണ്. ആ ശ്രീദേവി വന്നില്ലല്ലോ. ഉണ്ട്, ആ വിളിക്കാം. ശ്രീദേവി. ശ്രീദേവി, ക്വസ്റ്റ്യൻമാർക്കൊക്കെ തീർന്നോ? കുറച്ചുകൂടെ തീരാനുണ്ട് സുഗതേട്ടാ. ഇവരൊക്കെ സഹായിക്കാറില്ലേ? അവരാരും സഹായിക്കാറില്ല, അതുകൊണ്ടല്ലേ ഇത്ര താമസിച്ചു പോകുന്നത്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ സഹായിക്കണം കേട്ടോ. എന്നാ പിന്നെ നമുക്ക് റീൽസ് തുടങ്ങിയാലോ? കഴിഞ്ഞ രാത്രിയിൽ ഭൂമിയും സ്വർഗവും അശാന്തമായിരുന്നു. കുറച്ചുകൂടി ഒരു ഫീലിങ്സ് വരട്ടെ. ഓർമ്മയിൽ നിന്ന് വരണം, എന്നാലേ ഒരു ശക്തിയുള്ളൂ. ഭാര്യയുടെ ഒരു പൊസസീവ്നെസ് ഉണ്ടല്ലോ, അതങ്ങ് വരട്ടെ. സീസർ, എന്താണിത്? അങ്ങിന്ന് പുറത്തു പോവുകയാണോ? സീസർ, എന്താണിത്? അങ്ങിന്ന് പുറത്തു പോവുകയാണോ? ഒരല്പം കടുപ്പിച്ച് പറയട്ടെ. അമൃതരസ നടനമുണരുന്ന യാമങ്ങളിൽ അമരപദഗീതികൾ ഞങ്ങൾ പാടുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുക, അങ്ങോട്ട് മാറി നിന്ന് പഠിക്കുക. ഡയലോഗിന്റെ ഫീലിങ്സ് ഒക്കെ പിടികിട്ടില്ലേ? ഇതുപോലെ അങ്ങ് പഠിക്കണം. സത്യധർമ്മങ്ങളാൽ കാലമാം വേദിയിൽ നിത്യ സന്ദേശങ്ങളും. ഈ തണുപ്പത്ത് നല്ല സുഖമില്ലാതെ കിടക്കുന്ന നീ എന്തിനാണ് ഇങ്ങനെ ഉണർന്നെണീറ്റ് നടക്കുന്നത്? ഈ തണുപ്പത്ത് നല്ല സുഖമില്ലാതിരിക്കുന്ന നീ എന്തിനാണ് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്? സത്യധർമ്മങ്ങളാൽ
തൽക്കാലമാം വേദിയിൽ ഡയലോഗ് പഠിച്ചാലേ മതിയാവുള്ളൂ. എത്ര റിസ്ക് എടുത്താലും ഡയലോഗ് പഠിക്കണം. ഡയലോഗ് പഠിക്കണം, അതിൻ്റെ ഫീലിംഗ് മനസ്സിലാക്കണം, എല്ലാം മനസ്സിലാക്കണം. അതിലെ ഓരോ ഡയലോഗും കീറി മുറിച്ച് അതിൻ്റെ ഭാവം മനസ്സിലാക്കിയാലേ ശരിയാവുള്ളൂ. കിളവന് ചോറൊന്നും വേണ്ടേ? അതെങ്ങനെയാ, തെണ്ടി തിരിഞ്ഞ് നടക്കുമല്ലേ? എവിടെന്നെങ്കിലും വാങ്ങി തിന്നു കാണും. നാളെ കാണാം. നമുക്കൊരു കാര്യം ചെയ്താലോ? അപ്പൂപ്പിന്റെ അടുത്ത് പോയി പറഞ്ഞാലോ? ബാ അപ്പൂപ്പ. ആ അപ്പൂപ്പൻ എന്തെടുക്കുക? വാ എൻ്റെ മക്കള് വാ. സാറ് പറഞ്ഞല്ല അപ്പൂപ്പൻ വലിയ നടനാന്ന്. ആ, സിനിമാക്കാരേക്കാ വലിയ നടൻ. ഓ, സാറ് പറഞ്ഞല്ല അപ്പൂപ്പന്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൂപ്പ പടക്കുതിര നാടകത്തിലെ നായകൻ അപ്പൂപ്പനാണെന്നാ സാറ് പറഞ്ഞു. ശരിയാണോ അപ്പൂപ്പ? ആ അതൊക്കെ ഒരു കാലം. രണ്ടും കൂടെ ഇവിടെ കളിച്ചോണ്ടിരിക്കാതെ കുളിച്ചിട്ട് വല്ലതും പോയി കഴിച്ചേ, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ഒപ്പം കിട്ടും. അപ്പൂപ്പ ഒരു കാര്യം പറയാനുണ്ട്. പോയി കുളിക്കുന്നുണ്ടോ രണ്ടും? ഇല്ലേ രണ്ടാളും എൻ്റെ നിന്ന് വാങ്ങിക്കും. അപ്പൂപ്പൻ പാവല്ലേ? അപ്പൂപ്പന് മുന്തിരി ഇഷ്ടാ. എന്നാ നമുക്ക് അപ്പൂപ്പനും കൊടുത്താലോ? ആ, നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നാൽ മതി. അപ്പൂപ്പനെ വളർത്താൻ നടക്കണു. ഇനി ഇതും കൂടെ തിന്നിട്ട് വേണം തീറ്റ കുത്തി ചീത്ത വിളിക്കാനായിട്ട്. പഠിക്കണം. ഓ, പറട്ട കിളവൻ കോപ്പ് കൊണ്ടുവന്നിടുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കിളവനോട് വല്ല പറമ്പിലോ തെങ്ങിൻ്റെ വീട്ടിലോ കൊണ്ടുവന്നിടാൻ.
കൊച്ചുവനെ ഒരു കഥ പറയാ അപ്പൂപ്പ. കഥയല്ല, ഒരു സംഭവം തന്നെ പറയാം. പണ്ട് ഞങ്ങളിങ്ങനെ നാടകമൊക്കെ കളിച്ച് നടക്കുന്ന കാലം, വയനാട് ചുരം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ചുരം ഇറങ്ങി വരുന്ന സമയത്ത് ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് നോക്കുമ്പോൾ ഒരു ആന. എല്ലാവരും കൂടി റോഡിലങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പം ആന ഇങ്ങനെ നിൽക്കുക. ആന ഇങ്ങനെ നിൽക്കുമ്പം എന്താ ഇപ്പം ചെയ്യണത്? ശിവ, പറഞ്ഞിട്ടില്ലടാ നിങ്ങളോട് രണ്ടുപേരോടും ഈ കിളവൻ്റെ അടുത്തുനിന്നൊന്നും മേടിച്ച് കഴിക്കരുതെന്ന്. നാടൊട്ടുക്ക് കറങ്ങിയിട്ട് വരും. വല്ല അസുഖം പിടിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം നിങ്ങളറിയും. കയറി പോ രണ്ടു ഭാഗത്ത്. കുളിയില്ല ജപവും ഇല്ല. നിന്റെ അപ്പനാടി കുളിയും ജപവും ഇല്ലാത്ത. അല്ല പിന്നെ ക്ഷമിക്കുന്നതിനൊരു അതിരില്ലേ? വെച്ചു വിളിമ്പ് തന്നിട്ട് ഒരു കാര്യമില്ല. ചാവാതെ കിടക്കൂല കിളവൻ. വാടി ഇവിടെ. മോനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാർ പറഞ്ഞ എന്താ മരുമോള് പീഡിപ്പിക്കാന്ന്. കയറിപ്പോടാ. അപ്പൂപ്പ 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 എന്നാ മക്കളെ? അപ്പൂപ്പ, സ്കൂൾ വാർഷികാഘോഷ പരിപാടിയിൽ നാടകത്തിന് ഞങ്ങളെ സെലക്ട് ചെയ്തേക്കുന്നേ. സാറ് ഞങ്ങളെ സെലക്ട് ചെയ്തേ. ഭൂതപ്പാട്ടെന്നാ നാടകത്തിന്റെ പേര്. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടാ? നല്ലതാ. ചേട്ടനാ ഭൂതം, ഞാൻ അമ്മയാ. 3-ാം ക്ലാസ്സിലെ ഒരു കുട്ടിയാ ഉണ്ണി. അത് നന്നായി. അപ്പൂപ്പനോട് ചോദിച്ചിട്ട് നന്നായിട്ട് പഠിക്കാനാ മാഷ് പറഞ്ഞത്. നമുക്ക് പഠിക്കാമല്ലോ. അച്ഛനും അമ്മയും അറിഞ്ഞോ? പറഞ്ഞില്ല, പറഞ്ഞാ സമ്മതിക്കില്ല. അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോ നമുക്ക് പഠിക്കാം. എന്നാ മക്കള് പോക്കോ. അപ്പോൾ മോളാണല്ലേ അമ്മയായിട്ട്? കഥ അറിയാവോ രണ്ടുപേർക്കും? ഇല്ല. ആറ്റും വക്കത്തെ മാളിക വീട്ടിൽ ഒരു നങ്ങേലി എന്ന് പറയുന്ന ഒരമ്മയുണ്ട്. ഈ നങ്ങേലിക്ക് ആരുണ്ട്? ഒരു ഉണ്ണിയുണ്ട്. കണ്ടോ? ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലങ്ങാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിനി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. കാക്കേ പൂച്ചേ കഥകൾ ചൊല്ലിട്ടു, മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു, തണുതണപ്പൂന്തുട തട്ടിയുറക്കിട്ടു, ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. കാക്കേ പൂച്ചേ കഥകൾ ചൊല്ലിട്ടു, മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു, തണുതണപ്പൂന്തുട തട്ടിയുറക്കിട്ടു, ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി.
ശരിക്ക് കണ്ണങ്ങോട്ട് തുറന്നേ, കൈ അങ്ങോട്ട് പുറത്തേ. ആ ആ അങ്ങനെ വരട്ടെ. ശരിക്കും ശരിക്കും കോപം അങ്ങോട്ട് വരട്ടെ. ശ്വാസം ഒന്ന് വലിച്ചു വിട്ട്. നമുക്ക് അപ്പൂപ്പനെ വിളിക്കാം. അപ്പൂപ്പാ, അപ്പൂപ്പാ. മക്കള് പോവുകയാണോ? അതെ അപ്പൂപ്പ, ഞങ്ങൾക്ക് നേരത്തെ പോണം. സ്റ്റേജിൽ ഫൈനൽ റിഹേഴ്സൽ ഉണ്ട്. അപ്പൂപ്പ നേരത്തെ വന്ന അവസാനമാണ് നാടകം. ആ നന്നായി വരട്ടെ. അപ്പം മക്കൾ വെക്കൂ, ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വന്നേക്കാം. അപ്പൂപ്പ നമ്മുടെ കൂടെ വരുന്നില്ല അല്ലേ? അച്ഛാ, ഞങ്ങൾ പിള്ളേരെ സ്കൂൾ വരെ പോവുക. പുറത്തെങ്ങും പോരുത് കേട്ടോ, ഇവിടെ ഇരുന്നോണം. ആളില്ലെന്ന് കണ്ട ആരെങ്കിലുമൊക്കെ വീട്ടിൽ കയറി എന്തെങ്കിലുമൊക്കെ പറക്കിക്കൊണ്ട് പോകും.